ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഉള്ളിൽ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കിയിരിക്കുന്നത് നോക്കുക. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ഗ്ലാസ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി മാത്രമായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അടുപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം നമുക്ക് ഇതിന് ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു വലിയൊരു സവാള ചെറുതാക്കി ഒന്ന് കൊത്തി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഈ ഉള്ളിയുടെ കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ ഒരു പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ കൂടെ പേസ്റ്റാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ട ഇതുപോലൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കോഴിമുട്ട. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഈ കോഴിമുട്ടയൊക്കെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും മിക്സാക്കി അതൊന്ന് ചൂടായി കിട്ടുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊരു 8-9 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പൂരിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറിൽ പരത്തിയെടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചെടുത്തതിന് ശേഷം ഇതുപോലെ 4 സൈഡും ഇതുപോലെ ഒന്ന് നടുവിലേക്കായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ബാക്കിയുള്ള 4 കോണും ഇതുപോലെ ഒന്ന് പ്രസ്സാക്കിയതിന് ശേഷം അതും കൂടെ ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഓരോന്നിട്ടിട്ട്
ഇത് പൊരിച്ചെടുക്കാം. അധികമായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒരു ഫ്രൈ പാനിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് മറുഭാഗവും തിരിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ രണ്ട് ഭാഗവും നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായി വന്നാൽ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ആദ്യത്തേത് ഇവിടെ ഞാൻ കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉള്ളിൽ നല്ല അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പഫ്സിൻ്റെ ആ ഒരു രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.